ഹേ ഗൈസ്, അപ്പം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 2015 മോഡൽ ഒരു റിറ്റ്സ് പെട്രോൾ കിട്ടിയപ്പോൾ ഒരു ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിരുന്നു വെച്ചേട്ടാ. അപ്പോൾ അതിന് ഇന്റീരിയറും ഇൻഷുറും ഒന്ന് കാണിച്ചു തരാം. അതായത് ഒരു ക്ലീൻ പീസ് പറഞ്ഞാൽ ക്ലീൻ പീസ്, അല്ലാണ്ട് റീപ്പെയിൻ്റെ കാര്യങ്ങളൊന്നും കയറാത്തരുത്. അപ്പോൾ നമ്മളതിൻ്റെ ബോഡി സൈഡൊന്നും കാണിക്കില്ല, നമ്മളതിൻ്റെ എന്താ പറയുക ഇൻറ്റീരിയേഴ്സും അതുപോലെ ഇൻഷുറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക 2015 ZX ആണ് കേട്ടോ, ഫുൾ ലോഡാണ്, സിംഗിൾ RC ആണ് വണ്ടി. അതുപോലെ നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ എഞ്ചിനൊക്കെ പക്കാ കണ്ടീഷൻ. ZX-ൽ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതിന് ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്ടോ. അപ്പോൾ ഇതാ ഒരു കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കീപാഡാണ്, അതിൻ്റെ കൂടെ നമുക്ക് ഡിസ്ക്, USB, ഓക്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്റ്റീരിയോ. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബാഗ്സ് ഉണ്ട്, സ്റ്റിയറിംഗ് എയർ ബാഗും അതുപോലെ ഡാഷ്ബോർഡിൽ എയർ ബാഗും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് സ്വിച്ചൊക്കെ ഇവിടെ കാണാം. പിന്നെ നോർമൽ VX-ലുള്ള പോലെ 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ, ഫോൾഡിംഗ് ഇല്ല, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ മാത്രം. പിന്നെ അതാ ഒരു RPM മീറ്റർ കാര്യങ്ങൾ. പിന്നെ വേറൊരു മാറ്റം ഇതിൽ സീറ്റ് ഹൈറ്റിൻ്റെ അഡ്ജസ്റ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ സീറ്റ് ഹൈറ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെതാണിത് ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പറയാൻ പറ്റിയ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ZX-ലുള്ളത് പുറത്താണ് കേട്ടോ. അപ്പോൾ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ എഞ്ചിൻ റൂം കാണിച്ചു തരാം. സ്വിഫ്റ്റ് പെട്രോൾ ആയതുകൊണ്ട് എന്താ പറയുക, ഇപ്പോൾ അതിൻ്റെ റിഫൈൻമെൻറ്റ് വേറെ ലെവലാണ്. 2015 ഏകദേശം 64,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. ഓറ് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും വല്ലാണ്ട് പിന്നോട്ടല്ല. റിറ്റ്സിൻ്റെ സ്ട്രോങ് എന്താണെന്ന് റിറ്റ്സ് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. നല്ലൊരു വെഹിക്കിൾ തന്നെയാണ്. എഞ്ചിൻ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലൊക്കെ പക്കയാണ്, ഓർമ്മയൊന്നും സോഷ്യൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ZX-ലുള്ള വേറൊരു കാര്യം ഈ അലോയ് വീലാട്ടോ. അപ്പോൾ VX-ൽ അലോയ് ഉണ്ടാവില്ല, ഇതിൽ അലോയ് ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു റിറ്റ്സ് പെട്രോൾ കിട്ടിയാണ്ട് മാത്രം കേട്ടോ വീഡിയോന്. അതായത് 2015 മോഡൽ VXi റിറ്റ്സ് പെട്രോൾ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ ZXi റിറ്റ്സ് പെട്രോൾ ഞാൻ കണ്ടത് കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോന്. അപ്പോൾ നല്ലൊരു വെഹിക്കിളാണ്. ZX ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും പിറകോട്ടല്ല. അപ്പോൾ ഒരു ഫാമിലി കാറായിട്ടൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ZX റിറ്റ്സ് പെട്രോൾ മേടിക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ABS കാര്യങ്ങളെല്ലാം ഉണ്ട്, എയർ ബാഗ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റിറ്റ്സിൻ്റെ സേഫ്റ്റി എന്താണെന്ന് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.